ബഹുമാന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കർമ്മധീരരായ അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ ഭടന്മാരായ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കൂടൽ ഖബൂൽ ചെയ്യുമാറാകട്ടെ. മുബാറക്കും മുസ്തജാബും ദഅവത്തുമായ ഉത്തരമുള്ള അനുഗ്രഹീത സദസ്സായി ഈ സദസ്സിനെ അല്ലാഹു അംഗീകരിക്കുമാറാവട്ടെ എന്ന് ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയമാകും തോറും അത് കൂടുതൽ ശക്തിയാർജിക്കുകയും കൂടുതൽ സ്ഫുടം ചെയ്തെടുക്കപ്പെടുകയും അതിന്റെ ശക്തിയും ഊർജവും ആർജവും വർദ്ധിച്ചു വരികയും അതിന്റെ യൗവനം പൂർവോപരി ശക്തമായി വളരുകയുമാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കണ്ണുള്ളവർക്ക് മുഴുവനും കാണാൻ അവസരം നൽകിക്കൊണ്ടാണ് ഈ കുനിയയിൽ ഈ മഹാസാഗരം സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾ തീർത്തിട്ടുള്ളത് എന്ന് ഞാൻ ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക സംഘടനയല്ല, അതൊരു പ്രത്യേക വിഭാഗമല്ല. അത് പരിശുദ്ധ ഇസ്ലാമിന്റെ തനതായ രൂപമാണെന്ന് 60ാം വാർഷികത്തിൽ നമ്മുടെ അഭിവന്യരായ ശൈഖുൽ മശായിഖ് ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അന്നവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. പരിശുദ്ധ ഇസ്ലാമിന്റെ തനതായ രൂപത്തെ സമൂഹത്തിന് കൃത്യമായി കാണിച്ചു കൊടുക്കുവാനും അതിനെതിൽ വരുന്ന സകലമാന കൂരമ്പുകളെയും തകർത്തെറിഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ദീനിന്റെ സത്തക്ക് കാവൽ നിൽക്കാൻ വേണ്ടി മഹാനായ മഹാന്മാരായ സാദാത്യങ്ങളും ആരിഫുകളുമായ പണ്ഡിതന്മാർ സമൂഹത്തിന് സമർപ്പിച്ച മഹത്തായ ഒരു കോട്ടയാണ്, ഈമാനിന്റെ കോട്ടയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതുകൊണ്ട് തന്നെ ഈമാനുള്ള മനുഷ്യന്മാർ സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഈ പ്രസ്ഥാനത്തെ നെഞ്ചേറ്റുകയും ആ പ്രസ്ഥാനത്തിന് ഒരു പോറലേക്കാതെ അതിനെ സംരക്ഷിക്കാൻ സർവസജ്ജമാണെന്ന് ഈ സമ്മേളനത്തോടെ ഒന്നുകൂടെ വിളിച്ചോടുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, എന്താണ് ഇസ്ലാം? എന്താണ് പരിശുദ്ധ ഇസ്ലാമിന്റെ അടിത്തറ? എന്താണ് അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്ന നമ്മുടെ ഈ ആദർശത്തിന്റെ പ്രത്യേകത? അടിസ്ഥാനപരമായി പ്രഖ്യാപിക്കുന്ന ചില തത്വങ്ങളുണ്ട്, ചില അടിസ്ഥാനങ്ങളുണ്ട്. നമ്മുടെ പൂർവികർ നമുക്ക് പഠിപ്പിച്ചു തന്ന അടിസ്ഥാനങ്ങൾ. ഈ അടിസ്ഥാനങ്ങളെ നാം ആരും ഉണ്ടാക്കിയതല്ല. പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിച്ചതാണ്, ഹദീസുകൾ നമ്മെ പഠിപ്പിച്ചതാണ്. ആ ഹദീസിനെയും പരിശുദ്ധ ഖുർആനിനെയും കൃത്യമായി മനസ്സിലാക്കിയ സർവ്വവിധ സർവ്വണം നടത്തിയ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ നമുക്ക് പഠിപ്പിച്ചു തന്ന അടിസ്ഥാനപരമായ ഉസൂലുകളാണ്. ഈ ഉസൂലിൽ നിന്നുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇന്ന് വരെ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുകയുള്ളൂ എന്ന കാര്യം ആദ്യമായി ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് നമ്മുടെ അടിസ്ഥാനം? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖാലിഖാണ്. ഖാലിഖായ റബ്ബ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഒരു ഹദീസുണ്ട്, ഹിജാബുൻ നൂർ. അല്ലാഹുവിന്റെ ഹിജാബ് നൂറാണ്. അല്ലാഹുവിന്റെ ഹിജാബുണ്ട്. അല്ലാഹു അവന്റെ സൃഷ്ടികളുടെ ഹിജാബുണ്ട്. ആ ഹിജാബ് നൂറാണ്. ഇവിടെ തന്നെ മഹാത്ഭുതമല്ലേ? നൂറെന്ന് പറഞ്ഞാൽ വാഹിറും മുഹിറുമാണ്. നമുക്ക് കാണാൻ കഴിയും പ്രകാശത്തെ, മറ്റുള്ളതിനെ കാണിച്ചു തരുന്നതുമാണ് നൂറ്. എന്നാൽ അല്ലാഹു ഖാലിഖും തമ്മിലുള്ള ബന്ധത്തിൽ നൂറ് ഹിജാബാണ്. അല്ലാഹുവിനെ കാണുന്നതിനെ തൊട്ട് നമുക്ക് മറയുന്നത് എല്ലാവരും നൂറാണ്, ഒളിവാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ആ പ്രകാശമങ്ങാനം നീക്കിക്കളയുകയാണെങ്കിൽ ഈ
ലോകത്തുള്ള സകല വസ്തുക്കളും നശിച്ചു പോകും, ചാമ്പലാവും. അത് താങ്ങാനുള്ള കെൽപ്പ്, അതിനുള്ള ശക്തി പ്രപഞ്ചത്തിനില്ല, മഖ്ലൂഖിനില്ല, മനുഷ്യനില്ല. അതാണ് അല്ലാഹുവിന്റെ അവസ്ഥ. ഈ ഭൂമിയിലെ മഖ്ലൂഖാത്തിനെ സംബന്ധിച്ച്, സൃഷ്ടികളെ സംബന്ധിച്ച് ആലോചിച്ചാൽ നമുക്കറിയാം, നമുക്ക് കാണാൻ കഴിയാത്ത എന്തെല്ലാം വസ്തുക്കളാണ് ഇവിടെയുള്ളത്. സൂക്ഷ്മജീവികളെ നമുക്ക് കാണാൻ സാധ്യമല്ല. ബ്ലാക്ക് മാറ്റർ എന്ന് പറയുന്ന പല വസ്തുക്കളും അതിന്റെ ശാസ്ത്രം അംഗീകരിച്ചതാണ്, പക്ഷെ നമുക്ക് കാണാൻ സാധ്യമല്ല. ഈ മനുഷ്യനാണ് പറയുന്നത് കാണണമെന്ന് ഒരിക്കലും സാധ്യമല്ലാത്തതാണ്. അതാണ് അല്ലാഹു പറയുന്നത്, ഏറ്റവും പരമമാകുന്ന ഒരു വൈബും അതിനോട് അനുബന്ധമായ ചില വിഷയങ്ങളുണ്ട്. അത് നിങ്ങളെ അറിയിക്കൽ അസംഭവ്യമാണ്. എന്ന് പറഞ്ഞാൽ അത് അസംഭവ്യമാണ്. അതിന് പ്രായോഗികമായ തടസ്സങ്ങളുണ്ട് എന്നുള്ളതാണ്. പിന്നെന്താണ് സമാഗമം? ഭൗതിക ലോകത്ത് ഒരുപാട് അടയാളങ്ങൾ അല്ലാഹു വിന്യസിച്ചിട്ടുണ്ട്. ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞു, നാം ഇവിടെ ഒരു വാച്ച് കാണുന്നു, പിന്നീട് മറ്റൊരു വാച്ച് കാണുന്നു, പിന്നീട് മറ്റൊരു വാച്ച് കാണുന്നു. അങ്ങനെ ഒരാഴ്ച ആയപ്പോൾ 1000 വാച്ചുകൾ കാണുന്നു. ഒരാൾ പറയുകയാണ്, ഈ ആദ്യത്തെ വാച്ച് പിന്നെ ഉണ്ടായ വാച്ച് സ്വന്തം ഉണ്ടായതാണ്, മറ്റുള്ള വാച്ചുകളെന്ന് ഒരുത്തരം പറഞ്ഞാൽ എത്ര വലിയ വിഡിത്തമാണോ അതിനേക്കാൾ വലിയ വിഡിത്തമാണ് മനുഷ്യൻ സ്വമേധയാണ്ടായതാണെന്നും അവൻ പിന്നെ സ്വയം വ്യക്തിയാണെന്നും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയില്ലെന്നും ഒരാൾ മനസ്സിലാക്കുന്നെങ്കിൽ അവൻ ഏറ്റവും വലിയ വിഡ്ഢിയാണെന്ന് ലോകത്തെ വിശ്വപ്രശസ്തരായ മുൻവിധിയില്ലാതെ ലോകത്തെ വിലയിരുത്തിയ ശാസ്ത്രജ്ഞന്മാര് പറഞ്ഞു വെച്ചതാണ്. ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ദൃഷ്ടാന്തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിച്ചു. നമുക്ക് പലതും നേരിട്ട് കാണാൻ കഴിയുന്നു, എന്നാൽ അതിനപ്പുറം അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ മഹാന്മാരായ അമ്പിയാക്കളെ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമായിട്ടാണ് അല്ലാഹു ഭൂലോകത്തേക്ക് അയച്ചത്. അതിലേക്കാണ് നേരത്തെ പറഞ്ഞ ആയത്തിൽ സൂചിപ്പിക്കുന്നത്, അല്ലാഹു ഇജ്തിബാഉ ചെയ്യും. ഇജ്തിബാഉ എന്ന് പറഞ്ഞാൽ ഇജ്തിബാഉല്ലാഹി ഇബാദ തഖ്സീസുഹു ഇയ്യാഹും ബിഫൈഇൻ യതഹസ്സൽ ലഹും മിൻഹു أنواع من النعم إلى سعي العبد وذلك للأنبياء وبعض من يقاربهم من الصديقين والشهداء. മഹാനായ ഇമാം റാഗിബ് തന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, മറ്റൊരു വ്യാഖ്യാനം പറയുന്നുണ്ട്, എല്ലാത്തിനും ആദത്ത് പറയുന്നത് വഹുവ ഇജ്തിബാഉ എന്ന് പറഞ്ഞാൽ അല്ലാഹു ബഅദ ഇബാദിഹി ആലിമൻ, അല്ലാഹു തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ പണ്ഡിതന്മാരാക്കും, അല്ലാഹുവിനെ സംബന്ധിച്ച് അറിയുന്നവരാക്കും. എങ്ങനെയെന്നറിയോ? പഠിച്ചുകൊണ്ടല്ല, മറ്റ് അതിനാവശ്യമായ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടല്ല, അല്ലാഹു പ്രത്യേകമായി അവർക്ക് നൽകുന്ന ഇലാഹിയായ ഖുവ്വത്ത് കൊണ്ട് ആ വാനലോകത്തെയും അതിനപ്പുറത്തെയും നോക്കി കണ്ടുകൊണ്ട് പറയാൻ കഴിയുന്ന അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കളെ, അല്ലാഹുവിന്റെ അമ്പിയാക്കളെ, അവരെ പിൻപറ്റിയ മഹത്തുക്കളായ മുത്തഖീങ്ങളായ ബസീറത്തുള്ള അല്ലാഹുവിന്റെ ഔലിയാക്കളെ അല്ലാഹു നിയോഗിക്കും എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുക. നമുക്കറിയാം, നാം കാണാത്ത കാര്യങ്ങൾ ശാസ്ത്രജ്ഞന്മാർ വിശ്വാസയോഗ്യമായി പറയുമ്പോൾ നാം വിശ്വസിക്കുന്നു, നാം അംഗീകരിക്കുന്നു. വിശ്വസിക്കേണ്ടത് അല്ല, അംഗീകരിക്കുന്നത് നാം അംഗീകരിക്കുന്നു. എന്നാൽ അതിലേറെ വിശ്വാസയോഗ്യമായി അല്ലാഹുവിന്റെ ശുഹദായ ഈ ലോകത്ത് നിർത്തിയ മഹത്തുക്കളായ അല്ലാഹുവിന്റെ അമ്പിയാക്കൾ, അതിൽ
റസൂലുള്ളാഹിയെ സംബന്ധിച്ച് കൃത്യമായി അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹന്നാസ്. സൂറത്തുൽ ബഖറയിൽ ആദ്യമായി യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചുള്ള കൽപ്പന പറയുന്നുണ്ട്. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഉഅ്ബുദുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണം. ഉഅ്ബുദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും. നിങ്ങളെയും നിങ്ങളുടെ പൂർവികരായ ആളുകളെയും സൃഷ്ടിച്ച നിങ്ങളുടെ പിതാമഹന്മാരെയും സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ ആരാധിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? നിന്നെ മാത്രമല്ല, നീ നിന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്നപ്പോൾ നീ പുറത്തു വന്ന സമയത്ത് നിന്നെ സംരക്ഷിക്കാൻ നിന്റെ ഉമ്മയുണ്ട്, ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ കൂടിയാണ് നിന്നെ വളർത്തിക്കൊണ്ടുവന്നത്. നിനക്ക് ആവശ്യമായ ഓരോ പ്രായത്തിനും ആവശ്യമായ ഭക്ഷണം പാകം ചെയ്തു തന്നത്. ഇതൊക്കെ ചെയ്തത് ആളുകളുമൊക്കെ ആയിരിക്കും. എന്നാൽ ഈ നീ ഉമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്ന സമയത്ത് ഓരോ ദിവസവും നീ വളരുകയായിരുന്നു. ആ സമയത്ത് നിനക്ക് ആവശ്യമായ പോഷകങ്ങൾ തന്നത് ആരാണ്?